രാഷ്ട്രീയമായി നേരിടാൻ കെൽപ്പില്ലാതെ വരുമ്പോൾ സ്ത്രീത്വത്തെ അപമാനിച്ചും അശീലം ചൊരിഞ്ഞും തടി തപ്പുന്ന കോൺഗ്രസിന്റെ സൈബർ ക്രിമിനലിസത്തിനെതിരെ ആഞ്ഞടിച്ച് എൻ.ഡി.എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ രംഗത്ത് വന്നു കഴിഞ്ഞു. കേരള രാഷ്ട്രീയത്തിലെ പെൺകരുത്തായ ശോഭയെ കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിൽ അധിക്ഷേപിക്കുന്ന കോൺഗ്രസ് സൈബർ അണികൾക്കെതിരെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയും പോയി. ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ, പ്രശോഭ് എന്നിവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന മാഫിയ പ്രവർത്തനങ്ങളെയും വഴിവിട്ട രാഷ്ട്രീയ നീക്കങ്ങളെയും തുറന്നു കാട്ടിയതാണ് കോൺഗ്രസ് നേതൃത്വത്തെ ചൊടിപ്പിച്ചത്. മാന്യമായി മറുപടി പറയാനില്ലാത്തവർ തങ്ങളുടെ സൈബർ ഗുണ്ടകളെ വിട്ട് വ്യക്തിഹത്യ നടത്തുകയാണെന്ന് ശോഭാ സുരേന്ദ്രൻ തുറന്നടിച്ചിരിക്കുകയാണ്. പാലക്കാട്ടെയും വടകരയിലെയും കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ പിന്നാമ്പുറത്തെ അവിശുദ്ധ കൂട്ടുകെട്ടുകളെ ശോഭാ സുരേന്ദ്രൻ നിരന്തരം ചോദ്യം ചെയ്തിരുന്നു. ഇതിൽ വിറളി പൂണ്ടാണ് ഷാഫി രാഹുൽ ടീമിന് വേണ്ടി സോഷ്യൽ മീഡിയയിൽ അസഭ്യവർഷം അരങ്ങേറുന്നത്. രാഷ്ട്രീയമായ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാത്ത കോൺഗ്രസ് നേതൃത്വം സ്ത്രീകളെ അപമാനിക്കുന്നതിലൂടെ തങ്ങളുടെ സംസ്കാര ശൂന്യതയാണ് വെളിപ്പെടുത്തുന്നതെന്നാണ് എൻ.ഡി.എ കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്. ശോഭാ സുരേന്ദ്രനെതിരെയുള്ള സൈബർ ആക്രമണങ്ങൾക്കെതിരെ ശക്തമായ ഭാഷയിലാണ് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ കെ.പി. ശശികല ടീച്ചർ പ്രതികരിച്ചത്. ശോഭയ്ക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച ടീച്ചർ കോൺഗ്രസ് ജിഹാദി സഖ്യത്തിന്റെ അശ്ലീല പ്രചാരണങ്ങളെ പുച്ഛിച്ച് തള്ളുകയും ചെയ്തു. ഇവന്മാരുടെ തെറിയാണ് നമ്മുടെ കരുത്ത്, ധൈര്യമായി മുന്നോട്ടു പോകും. ഉത്തരം മുട്ടുമ്പോഴാണല്ലോ അവർ കൊഞ്ഞനം കാട്ടുന്നത്. തെറി പറയാൻ രണ്ട് മുന്നണികളും ജിഹാദികളും മത്സരിക്കുകയാണ്. ആദർശത്തിന്റെ ശക്തി എന്താണെന്ന് അവന്മാർക്ക് അറിയില്ലല്ലോ എന്നതായിരുന്നു ടീച്ചറുടെ വാക്കുകൾ. ഒഴിവു സമയങ്ങളിൽ സ്വന്തം പേജിൽ വരുന്ന തെറികൾ താൻ വായിക്കാറുണ്ടെന്നും ആരെയും ബ്ലോക്ക് ചെയ്യാറില്ലെന്നും പറഞ്ഞ ടീച്ചർ താൻ പറയുന്നതാണ് ശരിയെന്ന് ബോധ്യപ്പെടുന്ന നിമിഷമാണിതെന്നും കൂടി ഓർമ്മിപ്പിച്ചു. സ്ത്രീ സുരക്ഷയെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുകയും സോഷ്യൽ മീഡിയയിൽ മാന്യത ചമയുകയും ചെയ്യുന്ന കോൺഗ്രസ് നേതാക്കൾ സ്വന്തം അണികൾ ഒരു വനിതാ നേതാവിനെതിരെ നടത്തുന്ന അശ്ലീല പരാമർശങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ഷാഫി പറമ്പിലിന്റെയും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെയും സൈബർ വിശ്വസ്തർ നടത്തുന്ന ഈ നീക്കം ജനാധിപത്യത്തിന് കളങ്കമാണെന്ന വിലയിരുത്തലിലാണ് പൊതുസമൂഹമുള്ളത്. അധിക്ഷേപങ്ങൾ കൊണ്ട് തളർത്താമെന്നാണ് കോൺഗ്രസ് കരുതുന്നതെങ്കിൽ ആ പഴയ പാളത്തിലല്ല നിങ്ങൾ കല്ലെറിയുന്നതെന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ പാലക്കാട്ടെയും കേരളത്തിലെയും ജനങ്ങൾ ഈ സൈബർ ക്രിമിനലുകൾക്കും അവർക്ക് കുടപിടിക്കുന്ന നേതാക്കൾക്കും ബാലറ്റിലൂടെ ശക്തമായ മറുപടി നൽകുമെന്ന് ഉറപ്പാണ്. അതിന് വർഷങ്ങളോ മാസങ്ങളോ ഒന്നും കാത്തിരിക്കേണ്ടി വരില്ല, ദിവസങ്ങൾ മാത്രം മതി.